എപ്പോഴെങ്കിലും സന്തോഷ് സാറ് ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അബ്രോഡ് ട്രാവൽസ് നടത്തിയ ഒരാൾ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടില്ല. എന്ത് സിസ്റ്റമാറ്റിക് ആണ് സാറിൻ്റെ അത് കാണിക്കുന്നത്? ഒരു ഫ്ലൈറ്റ് പോലും മിസ് ചെയ്തിട്ടില്ല. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മിസ് ചെയ്യാറില്ല. കാരണം ആ കൂട്ടുകാരന്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്കിടയിൽ നടന്ന ഒരു കുൽസിത പ്രവൃത്തിയും അതുമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ആകത്തുക. മനസ്സിലായില്ലേ എന്തുകൊണ്ടാ എന്നെ വിളിച്ചതെന്ന്? ഈ ദിലീപേട്ടൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ്റെ അനിയന്മാരെയും ചേട്ടന്മാരെയും നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ ഷാരിസ് മുഹമ്മദും രേഖയൊക്കെ പറഞ്ഞു തന്നതിനപ്പുറം എന്തെങ്കിലും ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു? റെഫറൻസിന് അങ്ങനെയൊന്നും തന്നിട്ടില്ലായിരുന്നു. എന്നെ ആദ്യം കണ്ടപ്പോൾ ഇവര് പറഞ്ഞത് ഇറങ്ങിപ്പോടാ. കമ്പൽസറി വേണ്ടിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും ലക്ഷ്മി. അപ്പൊ അതില് വന്നിട്ട് അമ്മക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവമോ അല്ലെങ്കിൽ സന്തോഷം തരുന്നതോ സങ്കടം തരുന്നതോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ സപ്പോസ് മിന്നലേക്ക് ആണെങ്കിൽ എന്ത് സൂപ്പർ പവർ കിട്ടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഞാൻ അദൃശ്യൻ. സിജേട്ടൻ പറക്കാം. പറക്കണോ? എന്നിട്ട് എന്തിനാ പറക്കാൻ? പറന്നിട്ട് എവിടെ പോയിരിക്കും? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞിട്ട് എവിടെ പോയിരിക്കും? നിങ്ങൾ പോയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ അദൃശ്യനായിട്ട് നിൽപ്പുണ്ടാവും. No, I don't believe it's a gamble. I think it's 80% of hard work and the rest But is still gone. there is a gamble. In case of fire, please don't use elevators. അത് ഓൾറെഡി അടിച്ചു പരിപാടി. Yeah, English. വീഡിയോ. നമസ്കാരം മിസ്റ്റർ സന്തോഷ്. താങ്കൾ പല മേഖലകളിലും വ്യാപരിക്കുന്ന ആളാണ്. ജീവിതത്തിലെ പല മേഖലകളിലും നേട്ടങ്ങൾ കൊയ്തിട്ടുമുണ്ട്. സ്വയം ചിന്തിക്കുമ്പോൾ എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നത്? അതെനിക്കറിയാം. ബൈജു എന്നാരുമായിട്ടുള്ള സൗഹൃദമാണ് എന്നാണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. അതങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് സ്വയം കാണുന്ന കാര്യം എന്തായിരിക്കും? ഇപ്പൊ ബൈജു നായരുമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ നേട്ടം. നമ്മുടെ ഇന്റർവ്യൂ മൊത്തം കണ്ടായിരുന്നു? മൊത്തം ഒന്നും കണ്ടില്ല. അതെ, മൊത്തം കണ്ട തൻ്റെ ആ ചിരി മാത്രം കണ്ടാൽ മതിയില്ലേ? അല്ല, അങ്ങനെയല്ല. ബൈജു ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അതായത് ബൈജുവിന് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ ബാലതാരമായിട്ട് അഭിനയിക്കുമ്പോ അത് ഞാൻ പൊളിച്ചു എന്ന് പറഞ്ഞു. അതിവന്റെ പൊന്നിൽ ഞാൻ ബാലതാരമാക്കുമ്പോ എനിക്ക് ഡബ് ചെയ്ത ബൈജുവാ. അവനത് അറിയുമെന്ന് അറിയത്തില്ല. വെറുതെ അല്ല, നീ സിനിമ രക്ഷപ്പെടാ. കോമഡി സർക്കസിൽ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി. ഇനി സിനിമയിൽ നിന്ന് ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ വേണ്ടേ? അത് കിട്ടും. No, but one thing I found when Shiny is ஒரு ஆக்டர் ஒரு 25-30 இயர்ஸ் இருக்கும்போது ஒரு 20-30 ஃபிலிம் ഡ്യൂറിങ് ദ ഒരു 6th 7th ഇയർ ഓഫ് ദർ കരിയർ പോലീസ് വേഷം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. പക്ഷേ ഷൈനിക്ക് ഓൾമോസ്റ്റ് കണ്ടിന്യൂസ്ലി യു ആർ ഗെറ്റിംഗ് ഇൻ യുവർ ഏർലി കരിയർ. യു നോ ദാറ്റ് ഈസ് വെരി പ്രോബബ്ലി യു വിൽ ഗെറ്റ് എ പോസ്റ്റിംഗ് ഇൻ ഇന്ത്യൻ പോലീസ്. ചിലപ്പോ കൂടുതൽ അടുപ്പം. ഒരുപാട് കാലം മാറിയെങ്കിൽ ഇപ്പോഴും സാർ ഞാൻ ചോദിക്കുകയാണ്, ദേ നിൽക്കുന്നത് ഒരു 100 പേരുണ്ട്, ദേ ആ കൂട്ടത്തിൽ നിൽക്കുന്ന അവൻ നല്ല തനി മലയാളിയാണെന്ന് ഒരൊറ്റ 10 സെക്കൻഡിൽ സാർ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? ആ ഒരൊറ്റ ചേഷ്ട അല്ലെങ്കിൽ എനിത്തിങ്. 100 പേരുണ്ട്, പക്ഷേ ദേ നിൽക്കുന്നവൻ നല്ല അസൽ മലയാളിയാണ്, കേരളത്തിലാണ് അവൻ ജനിച്ചതെന്ന് സാർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അത് പലപ്പോഴും എന്തെങ്കിലും തോന്നിയാസം കാരണമായിരിക്കും. ഗബ്രിയേലിന്റെ ദർശനം
സാഫല്യമായി സർവലോകത്തും നന്മയേകും കാരുണ്യമായി എന്റെ ഹേമിന്റെ നാടിലൊരാടകത്തും പിറന്നല്ലോ. പിള്ളേരെ പല പാട്ട് പാടി ആൾക്കാരെന്ത് വിചാരിക്കും? അതിന് നീയുള്ള സീനിലൊക്കെ ഇവ ഉണ്ടല്ലോ, ഇവന് കംഫർട്ട്. ഷഹബാസ് എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കണമെന്ന് വന്നൊരാഗ്രഹം ഒന്നുമില്ല. നമ്മളെ അന്ന് കൂട്ടത്തിൽ ഇവന് മാത്രമല്ല ഐഫോൺ. അങ്ങനെ ഇവനെ വിളിച്ചു വരുത്തുന്ന നമ്മളെ വീഡിയോയുടെ ഐഫോൺ ഉണ്ടായോണ്ട് റിച്ച് കിഡ് ആയോണ്ട് അങ്ങനെ ഫോൺ മുഖേന സിനിമ വന്ന ആളാണ്. ആര് ചതിച്ചത്? അതേത് പടം? അതേത് പടം? അത് നിതിൻ മേനോന്റെ പ്രൊഡക്ഷനിൽ, നിതിൻ ചേട്ടന്റെ. ഞങ്ങളല്ല വലിയ പ്രൊഡക്ഷനെ പിടിക്കാറുള്ളൂ. വീക്കെൻഡ് മിഥുൻ മേനോൻ അതിന് നീ ഇല്ലല്ലോ, അതിനകത്തുണ്ട്. അവന് ഉണ്ട്. നീ ഉണ്ടോ? എന്ത് ഫോണിന്റെ കഥ പറഞ്ഞില്ലേ? എന്റെ ഐഫോൺ ലെസ്സിന്റെ പടം അല്ലേ? ഇപ്പൊ എന്താ ചെയ്യാം? It's lovely. I mean, Blessy is a very talented director and very intense. ഞാൻ അവർ ഫസ്റ്റ് പടം കണ്ടിട്ട് അപ്പഴേ അവരോട് പടം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് കുറേ പ്ലാനിങ്ങിലും ഉണ്ടായിരുന്നു. ഞാനും വേറെ വേറെ പടം പാർട്ട് 2 ഞാനുണ്ടാവും. ഞാൻ ആടായിട്ട് പറയും. നീയായിട്ട് തന്നെ ഇരിക്കുക. ഞാൻ എല്ലാ കാലത്തും ഇവളോട് പറയാറുള്ളതാ, ബി യുവർ സെൽഫ്. വേറൊരാളുടെ എങ്ങനെ ഇരിക്കുന്നേ? നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പറ്റാത്തൊരു കാര്യം ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അതിപ്പോ തന്നോട് എടോ ഒരിക്കലും കൈ കുത്തി നടക്കരുതെന്ന് പറയുന്നത്. അല്ല, എന്തായിരുന്നു ഈ സിനിമയിലേക്ക് വരാനായിട്ട് ലിയോണിനെ പ്രേരിപ്പിച്ചു? കടം. കമലാസ മൂവി തഗ് ലൈഫ് നല്ല മൂവിയാണ്. നെഗറ്റീവ് വരാൻ കാരണം അവർക്ക് തമിഴ് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എനിക്ക് തമിഴ് അറിയില്ല, പക്ഷെ പടം ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിട്ട് കുത്തി പറയണ പോലെ ഉണ്ട്. അപ്പൊ ഞാൻ റിട്ടേൺ മറുപടി കൊടുത്ത് കാര്യമില്ല. അതെ, ബ്രദർ ഇഷ്ടം പോലെ ഈ ബ്രോ അല്ലാതെ വേറെ ഒരു ലവ് യു പോലും വന്നില്ല. അത് വന്നിക്കണ്, അതാ ഞാൻ ചോദിക്കുന്നത്. അത് വന്നിക്കണ്. അത് പറയ്, അതെങ്ങനെയാ വന്ന മെസ്സേജ്? കേക്കട്ടെ. അതെങ്ങനെ വരുന്നത്? നോർമലി ഇവരെ റിക്വസ്റ്റ് വരുന്നത് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അത് ഞാൻ അത്ര ഊളയാണോ നിങ്ങൾ പറയുന്നത്? അതിനോട് പ്രസക്തിയില്ല. ശരി ശരി ശരി. എന്നാലും ഒരു ഇടക്ക് ഞാൻ ശ്രീനിവാസന്റെ മോനായിട്ട് റിയൽ ലൈഫിൽ ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആ ഒരു പാരന്റ്ഹുഡ് എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ? ഉറക്കമൊക്കെ കുറവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഉറക്കമില്ലാത്തതുകൊണ്ടാണല്ലോ കൊച്ചുണ്ടായത്.